ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിയും മുരിങ്ങയിലയും കൊണ്ടുള്ള വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഷുഗർ ഉള്ളവർ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നത്. ഇത് നമ്മുടെ എല്ലിനും പല്ലിനും ബലം കിട്ടാനും ചർമ്മത്തിൽ ചുളിവുകൾ വരാതിരിക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റാഗിയിൽ ധാരാളം അഴുക്കും പൊടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ വെള്ളം തെളിയുന്നത് വരെ ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് റാഗിക്ക് പകരം റാഗിപ്പൊടിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഇതിലെ വെള്ളം തെളിയുന്നത് വരെ ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ ഇവിടെ അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1/4 കപ്പ് നവര അരിയാണ്. അതും ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് നവര അരി ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ നവര അരിയും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ചുവന്ന അരി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് ഇൻസുലിൻ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് വഴി പ്രമേഹ സാധ്യത തടയുന്നു. അപ്പോൾ ഈ അരിയും ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 4 മണിക്കൂർ ഞാനിവിടെ അടച്ചു വെക്കുകയാണ്. 4 മണിക്കൂറിന് ശേഷം ഈ അരിയും റാഗിയും നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. ഇത് ഷുഗർ കുറയാനും BP കുറയാനും കാഴ്ചശക്തി കൂടാനും രക്തം വർദ്ധിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. ഈ മുരിങ്ങയില ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ 3 പീസ് ഇഞ്ചി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തത്. വലുതാണെങ്കിൽ ഒരു 3 അല്ലി വരെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. പിന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് കുരുമുളകും ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ പച്ചമുളകും കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില നന്നായി കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. മുരിങ്ങയില പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇത് ഓവർ കുക്ക് ആവാതെ നോക്കണം കേട്ടോ. ഓവർ കുക്ക് ആയാലും മുരിങ്ങയില ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇലയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ മുരിങ്ങയില ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മൾ കുതിർത്ത് വെച്ച റാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുതിർത്തെടുത്ത നവര അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വഴറ്റിയെടുത്ത മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഒരുമിച്ച് അരച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഈ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചതിന് ശേഷം ആ വെള്ളവും ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കുകയാണ്.
എന്നിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കറിവേപ്പില ചട്നി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായ 2 പച്ചമുളക് കട്ട് ചെയ്തതും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുഞ്ഞുള്ളിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ വറവ് ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില ചട്നി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവ് കൊണ്ട് ഞാനിവിടെ ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ദോശ ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ മാവിരിക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. റാഗിയിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും കാൽസ്യവും അയണും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് ഷുഗർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും BP കുറക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ദോശയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് വളരെ ഹെൽത്തിയാണ്. ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്താൽ റാഗിയിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമല്ല നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ദോശക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. ഈ ദോശ നല്ല തിന്നായി പരത്തിയെടുത്തത് കൊണ്ട് ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ കണ്ട വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റാഗിയും മുരിങ്ങയിലയും കൊണ്ടുള്ള ദോശ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. റാഗിയിലും മുരിങ്ങയിലയിലും ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് രക്തത്തിൻ്റെ അളവ് കൂട്ടാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലുണ്ടാവാനായിട്ട് റാഗിയും മുരിങ്ങയിലയും ഒക്കെ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള റാഗിയും മുരിങ്ങയിലയും കൊണ്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.